Hello everyone. So my name is Muhammad Faiz VK. Currently I'm doing MBBS from All India Institute of Medical Sciences, Nagpur. So ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. ഓക്കെ, സോ ആദ്യം നമ്മൾ സമ്മറി പറയും. സമ്മറി മീൻസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് NCERT എക്സസൈസിലേക്ക് പോകാം. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ചാപ്റ്റർ ഏതാണ്? ലോസ് ഓഫ് മോഷൻ. ചാപ്റ്റർ 4, ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ ആണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ലോസ് ഓഫ് മോഷന് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്തിനെ പറ്റിയാണ്? ഫോഴ്സ്. വാട്ട് ഈസ് എ ഫോഴ്സ്? ഒന്നാമത്തെ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് ഫോഴ്സിനെ പറ്റിയാണ്. വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് ഈസ് വാട്ട്? ഫോഴ്സ് ഈസ് ഇറ്റ്സ് എയ്തർ പുഷ് ഓർ പുൾ അല്ലേ? നമുക്ക് ഒന്നുകൂടെ തള്ളാം അല്ലെങ്കിൽ വലിക്കാം. അതാണ് എന്ത് ജസ്റ്റ് ബേസിക്കലി പറഞ്ഞാല് ഫോഴ്സ്. ഫോഴ്സിന് എന്തിനുള്ള കഴിവുണ്ട്? യെസ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡീനെ മൂവ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡീനെ നിർത്തിക്കാനുള്ള കഴിവുണ്ട്, മീൻസ് റെസ്റ്റിലേക്ക് ആക്കാനുള്ള കഴിവുണ്ട്. പിന്നെയോ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറ്റാനുള്ള കഴിവുണ്ട്. യെസ്, ബേസിക്കലി ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ. യെസ്, നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് ഫോഴ്സിന്? യെസ്, എഫ് അല്ലേ, വെക്ടർ എഫ് ആയിട്ടാണ് നമ്മൾ ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഫണ്ടമെന്റൽ ഫോഴ്സസ്. യെസ്, നമ്മൾ യൂണിവേഴ്സിൽ 4 ടൈപ്പ് എന്തുണ്ട്? ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട്. 4 ടൈപ്പ് എന്തുണ്ട്? ഫണ്ടമെന്റൽ ഫോഴ്സസ്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ്? 4 ടൈപ്പ്. 4 ടൈപ്പ് ഫണ്ടമെന്റൽ ഫോഴ്സ് ഉണ്ട്. ഒന്നാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഒന്നാമത്തത് ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. രണ്ടാമത്തതോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. രണ്ടാമത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മൂന്നാമത്തത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നാലാമത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 3ഉം 4ഉം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാം. എനിവേ 4 ടൈപ്പ് ഫോഴ്സ്: ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, നമ്മൾ ഈ ടെൻഷൻ അതൊക്കെ വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിലാണ് കേട്ടോ. ടെൻഷൻ, ഫ്രിക്ഷൻ. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം. ടൈപ്പ് ഓഫ് ഫോഴ്സ്. എന്തൊക്കെ ടൈപ്പ് ഫോഴ്സസ് നമുക്ക് ഉണ്ട്? സി, നമുക്ക് ടൈപ്പ് ഓഫ് ഫോഴ്സസിലേക്ക് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫോഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്? സി, നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്. ടൈപ്സ് ഓഫ് ഫോഴ്സസ്. ആദ്യം നമുക്ക് കോണ്ടാക്ട് വേഴ്സസ് നോൺ കോണ്ടാക്ട് പഠിക്കാം. കോണ്ടാക്ട് ഫോഴ്സ്, പിന്നെ എന്താണ് ഈ നോൺ കോണ്ടാക്ട് ഫോഴ്സ്? സിമ്പിൾ ആണ്. ഇതിൽ തന്നെ ഉണ്ട് എന്ത്? നോൺ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ കോണ്ടാക്ട് ഇല്ല. സി, യെസ്, ഏത് ബോഡിയിലാണ് ഫോഴ്സ് അപ്ലൈ ആവുന്നത് ആ ബോഡിയുടെ കോണ്ടാക്ട് ഇല്ല. ദാറ്റ് ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ, നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെ? സിമ്പിൾ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. പിന്നെയോ മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സിന് കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഓൾസോ എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. യെസ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു പോകാം. ഇനി ഈ കോണ്ടാക്ട് ഫോഴ്സിൽ ഏതാ വരുന്നത്? കോണ്ടാക്ട് ഫോഴ്സിൽ എന്താണ് ശരിക്ക്? യെസ്, ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവും. ആര് തമ്മിൽ? യെസ്, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒബ്ജക്റ്റും ഏത് ബോഡിയിലേക്കാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നത് ആ ബോഡി തമ്മിൽ എന്ത് കാണും? യെസ്, ഫിസിക്കൽ കോണ്ടാക്ട് കാണും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ പറയാം? യെസ്, ടെൻഷൻ, നോർമൽ റിയാക്ഷൻ, ഫ്രിക്ഷൻ, സ്പ്രിംഗ് ഫോഴ്സ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം. അത് ഫസ്റ്റ് കോണ്ടാക്ട് ഫോഴ്സ് വേഴ്സസ് നോൺ കോണ്ടാക്ട് ഫോഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളെ. നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സി, കുറച്ച് കൺഫ്യൂസിങ് ആണ്. നല്ല കോൺസെപ്റ്റ് മനസ്സിലായാൽ
എല്ലാ പ്രോബ്ലം സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സി നോർമൽ ഫോഴ്സും പിന്നെന്തും നോർമൽ ഫോഴ്സ് പറയാം ആദ്യം. നോർമൽ ഫോഴ്സ് നോക്കിക്കോ. സി ഗ്രൗണ്ട്, ഇവിടെ ഒബ്ജക്ട്, സി ഇവിടെ ഒരു ബോഡി ഉണ്ട്, സി ഒരു ഒബ്ജക്ട് അവിടെ ഉണ്ട്. ഓക്കെ, ഈ ഗ്രൗണ്ട് ഈ ബോഡിയിലേക്ക് കൊടുക്കുന്ന സി നോർമൽ മീൻസ് എന്താണ് 90 ഡിഗ്രി പെർപെൻഡിക്കുലർലി കൊടുക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ്. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഇങ്ങനെയാണ് എന്റെ ബോഡി ഉള്ളതെങ്കിലോ, ഒരു ഇൻക്ലൈൻഡ് സർഫസിലാണ് എന്റെ ബോഡി ഉള്ളതെങ്കിലോ, ഞാൻ ഇവിടെയാണെങ്കിലോ എങ്ങനെ നോർമൽ ഫോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യുക? ഇങ്ങനെയാണോ? അല്ല, ഏത് സർഫസിലാണ് ബോഡി ഉള്ളത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ആയിട്ടാണ് നോർമൽ ഫോഴ്സ് ഉണ്ടാവും. നോർമലിന് പെർപെൻഡിക്കുലർ എന്നുള്ളൊരു മീനിങ് കൂടി ഉണ്ടല്ലോ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒന്നുകൂടി ആണെങ്കിൽ സി, ഞാനൊരു ബൗൾ എടുത്തു, സർക്കുലർ ബൗൾ. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു മാസ് വെച്ചു. ഇതിപ്പോ അതിന്റെ സെന്റർ ആയിട്ട് പറയും. അപ്പൊ നോർമൽ ഇങ്ങനെയല്ലേ? യെസ്, ഇങ്ങനെയാണ് നോർമൽ ഫോഴ്സ് വരും. സോറി, ആ സെന്ററിലേക്കാണ് നോർമൽ ഫോഴ്സ് പോവുക. യെസ്, സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ സർഫസ് സ്മൂത്ത് അല്ലാന്ന് വിചാരിച്ചു. ഞാന് ഗ്രൗണ്ട്, ഞാൻ ബോഡി എസ് വെച്ചു. ഈ സർഫസ് എന്തല്ല? സ്മൂത്ത് അല്ല. മ്യൂ ഇസ് നോൺ സീറോ മീൻസ് മ്യൂ ഗോട്ട് സം വാല്യൂ. മ്യൂ വാട്ട് ഈസ് മ്യൂ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇത്ര മനസ്സിലാക്കാം അല്ലേ? ഇതിന്റെ ബാക്കി പറയുമ്പോൾ അടുത്ത സെഷനല്ല, ഇതിന്റെ ലാസ്റ്റ് ഫ്രിക്ഷനെ പറ്റി നന്നായിട്ട് പറയും. ഓക്കെ, സോ മ്യൂ ഇസ് നോൺ സീറോ. ഓക്കെ, മീൻസ് മ്യൂ ഗോട്ട് സം വാല്യൂ. അതായത് എന്തുണ്ട്? സർഫസ് ഇസ് നോട്ട് സ്മൂത്ത്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരത്തില്ലേ? യെസ്. ആദ്യം നമുക്ക് എന്ത് വരയ്ക്കാം? നോർമൽ റിയാക്ഷൻ നമുക്ക് വരക്കാം, നോർമൽ ഫോഴ്സ് നമുക്ക് വരക്കാം. ഇങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്തു? ഇതിനൊരു ഫോഴ്സ് കൊടുത്തു. യെസ്, ഞാനൊരു എഫ് ഫോഴ്സ് കൊണ്ട് ഇതിനെന്ത് ചെയ്തു? പുഷ് ചെയ്തു. ബോഡി നീങ്ങുമോ? ഒരു സർട്ടൺ എഫ് ഫോഴ്സ് കൊടുക്കുന്നവരെ ബോഡി നീങ്ങുമോ? ഇല്ല അല്ലേ? ഞാൻ ഒരു കല്ല്, ഒരു ഇഷ്ടിക അല്ലെങ്കിൽ സി ഒരു ബ്രിക്ക് എന്ത് ചെയ്തു? നിലത്ത് വെച്ചു. എന്നിട്ട് ഞാൻ അതിനെന്ത് ചെയ്തു? പുഷ് ചെയ്തു. ഒരു സർട്ടൺ എമൗണ്ട് ഫോഴ്സ് കൊടുക്കുന്നത് വരെ ബോഡി നീങ്ങത്തില്ല. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ എഫ് ആക്ട് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അതിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഇവിടെ ഫ്രിക്ഷൻ എഫ് ഇങ്ങനെയാണ് ആക്ട് ചെയ്തത്. അപ്പൊ ഈ ബോഡിയിലേക്ക് രണ്ട് കോണ്ടാക്ട് ഫോഴ്സ് വന്നു, എന്നും ഫ്രിക്ഷനും. അപ്പൊ നമുക്ക് കോണ്ടാക്ട് ഫോഴ്സ് എത്രയെന്ന് വെച്ചാൽ ദിസ് ഈസ് ദ കോണ്ടാക്ട് ഫോഴ്സ് അല്ലേ? ആണ്. അപ്പോ ഇങ്ങനെ പറഞ്ഞൂടെ, മ്യൂ സീറോ ആണെങ്കിൽ ഈ കോണ്ടാക്ട് ഫോഴ്സ് തന്നെയാണ് എന്ത്? നോർമൽ റിയാക്ഷൻ. മ്യൂ സീറോ ആണെങ്കിൽ ഈ കോണ്ടാക്ട് ഫോഴ്സ് തന്നെയാണ് എന്ത്? നോർമൽ റിയാക്ഷൻ. ഇനി മ്യൂ നോൺ സീറോ ആണെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് എന്തുണ്ട്? രണ്ട് കോമ്പണന്റ് കിട്ടി. എന്തൊക്കെ? നോർമൽ റിയാക്ഷനും കാണും, പിന്നെ എന്തും കാണും? ഫ്രിക്ഷനും കാണും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ആ ഒരു ബേസിക് അതോടെ കഴിഞ്ഞു. അടുത്ത ഒരു ടൈപ്പ് ഫോഴ്സ് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്? സ്പ്രിംഗ് ഫോഴ്സ്. എന്താണ് സ്പ്രിംഗ് ഫോഴ്സ്? നോക്കാം. എന്താണ് സ്പ്രിംഗ് ഫോഴ്സ്? സി നോക്കിക്കോ, നമുക്ക് സ്പ്രിംഗ് ഫോഴ്സ് എന്താന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ബോഡി വെച്ചു. ഇവിടെ എന്തുണ്ട്? സ്പ്രിംഗ്. സി, ഇപ്പൊ ഇങ്ങനെയാണ് സ്പ്രിംഗ് ഉള്ളത്. സി മീൻസ് സ്പ്രിംഗ് അതിന്റെ നാച്ചുറൽ ലെങ്തിലുണ്ട്. ഇങ്ങനെയുണ്ട്. ഇവിടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ. ഞാൻ എന്ത് ചെയ്തു? യെസ്, ഈ സ്പ്രിങ്ങിനെ ഇങ്ങോട്ടേക്ക് ഉന്തി. സോറി, ഈ സ്പ്രിങ്ങിനല്ല, ഈ ഒബ്ജക്റ്റിനെ, ഈ ബോഡിനെ ഇങ്ങോട്ടേക്ക് ഉന്തിയാൽ സ്പ്രിങ് എന്ത് ചെയ്യും? സ്പ്രിങ് ചുരുങ്ങുമല്ലോ. സ്പ്രിങ് ചുരുങ്ങി ഞാൻ ആ ഒരു ഫോഴ്സ്, ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് അല്ലേ, ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് ഞാൻ വിട്ടാല് സ്പ്രിങ് ഇങ്ങോട്ടേക്ക് മറ്റിങ്ങനെ എക്സ്പാൻഡ് ചെയ്യത്തില്ലേ? ചെയ്യും, ഒബ്വിയസ്ലി ചെയ്യും അല്ലേ? അപ്പം സി, ഞാനിപ്പോ എക്സ് ലെങ്ത് ഇങ്ങോട്ടേക്ക് ഈ ഒബ്ജക്റ്റിനെ നീക്കിയെങ്കിൽ ഈ സ്പ്രിങ് അങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? എഫ് ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ? ഇത് ഈ ചാപ്റ്റർ അല്ല, വേറെ ചാപ്റ്ററിൽ വൃത്തിയിൽ ഇതിനെ പറ്റി പഠിക്കും. എനിവേ, ആ ഫോഴ്സ് നമുക്ക് വെക്ടറിൽ ഇങ്ങനെ പറയാം അല്ലേ? എക്സ്
മൈനസ് സൈൻ. എന്തിനാ മൈനസ് സൈന്? നോക്കിക്കോ, ഞാൻ ഇങ്ങോട്ടേക്കാണ് എക്സ് ഡിസ്റ്റൻസ് എന്ത് ചെയ്തത്, കംപ്രസ് ചെയ്തത്. ഞാൻ ഇങ്ങോട്ടേക്കാണ് എക്സ് ഡിസ്റ്റൻസ് കംപ്രസ് ചെയ്തത്. അപ്പൊ ഫോഴ്സ് പോയത് എങ്ങോട്ടേക്കാണ്? സ്പ്രിംഗ് ഫോഴ്സ് പോയത് ഇങ്ങോട്ടേക്ക്. മീൻസ് എക്സും എഫും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ന്യൂട്ടന്റെ ലോയിലേക്ക് കടക്കാം, അല്ലേ? ന്യൂട്ടന്റെ ലോസിലേക്ക് കടക്കാം. എനിവേ, ലോസ് ഓഫ് മോഷൻ. സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. നമുക്ക് 3 ലോ പെട്ടെന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് പോവാം. എന്താണ് ന്യൂട്ടന്റെ ഒന്നാമത്തെ നിയമം? വാട്ട് ഈസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ഫസ്റ്റ് ലോ. ഐ എം റൈറ്റിംഗ് ജസ്റ്റ്, ഞാൻ ഫസ്റ്റ് ലോ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്താ? യെസ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി റെസ്റ്റിൽ തന്നെ ഇരിക്കും. മൂവ് ചെയ്യുന്ന ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും until unless it is acted upon by a external force. വെരി സിമ്പിൾ അല്ലേ? ജസ്റ്റ് അത്രയല്ലേ ഉള്ളൂ. ഇനി ഡെഫിനിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ, ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് സീറോ, ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് സീറോ. കറക്റ്റ്, എക്സാക്ട് ഡെഫിനിഷൻ എവിടെ? യാ, ദിസ് ഓൺലി. സി, അതായത് റെസ്റ്റിലിരിക്കുന്ന ബോഡി റെസ്റ്റിൽ തന്നെ ഇരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും until unless it is acted upon by a external force. As simple as that. അതായത് if the net external force on a body is zero, net external force on a body is zero, its acceleration is zero, അല്ലേ? Acceleration can be non-zero only if there is a net external force on the body. അത്രയേ ഉള്ളൂ. അതായത് എഫ് എക്സ്റ്റേണൽ സീറോ ആണെങ്കിൽ acceleration സീറോ. ഒബ്വിയസ് തിങ് ആണ്, അല്ലേ? യെസ്. The body, see, റെസ്റ്റിലിരിക്കുന്ന ബോഡി റെസ്റ്റ് തന്നെ ഇരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും until unless it is acted upon by a what? External force. That's all. ഇനി നമുക്ക് ഈ എന്താണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിനെ എന്ത് ചെയ്തു? സി, ഇപ്പൊ റെസ്റ്റിലിരിക്കുന്ന ബോഡി മീൻസ് വെലോസിറ്റി സീറോ. ഞാൻ അതിനെ മൂവ് ചെയ്തു മീൻസ് ദാറ്റ് ഗോട്ട് സം വെലോസിറ്റി, റൈറ്റ്? മീൻസ് what is acceleration? V minus u by t. Yes. So acceleration ഉണ്ട് ഇവിടെ, അല്ലെ? വെലോസിറ്റി ചേഞ്ച് ചെയ്തപ്പോൾ acceleration ഉണ്ട്. That's all, അല്ലെ? ഇതൊക്കെ ഇക്വേഷനിലേക്ക് ആക്കാം കുറച്ച് കഴിഞ്ഞാൽ. നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എങ്ങനെ പറയാം? ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് പറയാൻ വേണ്ടി നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? യെസ്, അതാണ് ശരിക്കും ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഏത്? മൊമെന്റം ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് മൊമെന്റം പി ഈസ് ഈക്വൽ ടു വാട്ട്? എം ഇൻറ്റു വി. യെസ്, ദിസ് ഈസ് മൊമെന്റം. സോ ഇനി നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? സെക്കൻഡ് ലോ ജസ്റ്റ് നമുക്കൊരു ഇക്വേഷൻ തന്നെയാണ് തരുന്നത്. എന്ത്? യെസ്, എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വാട്ട്? മൊമെന്റം. എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് momentum. Yes. Okay. Yes. See, the rate of change of momentum of a body is directly proportional to the applied force and takes place in the direction in which the force acts. That's all. That is what our second law. Yes. F external is equal to rate of change of momentum. Yes. ഇത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കി എടുത്തൂടെ? അല്ലേ? ഇഫ് എം ഈസ് കോൺസ്റ്റന്റ്, മാസ് മാറാത്ത സിസ്റ്റമാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ പഠിക്കുന്നൊക്കെ മാസ് മാറത്തില്ല. സോ എം ഈസ് കോൺസ്റ്റന്റ് ഒക്കെ എടുക്കാം. സോ എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വെക്ടർ പിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. സോ എം ഈസ് കോൺസ്റ്റന്റ്, സോ ഡി വി ബൈ ഡി ടി എന്നാവും. വാട്ട് ഈസ് ഡി വി ബൈ ഡി ടി? acceleration. So F external is equal to m into acceleration vector. That's all. അല്ലേ? സിംപിളി പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താണ് ഇക്വേഷൻ? F is equal to ma. That's all. അല്ലേ? ഇനി നമുക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിലേക്ക് പോവാം. നോക്കിക്കോ, ഈ ഇഫ് എഫ് എക്സ്റ്റേണൽ സീറോ ആണെങ്കിൽ
എഫ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ അതെന്താ ശരിക്കും ഇംപ്ലൈ ചെയ്യുന്നത്? ദാറ്റ് ഇംപ്ലൈസ് എന്താണ്? എം 0 ആവോ? ഇല്ല. സോ എ ഈസ് 0. എ 0 എന്ന് വെച്ചാൽ എന്താണ്? ഡി വി ബൈ ഡി ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ ഡെൽറ്റ വി ബൈ ടൈം 0 അല്ലേ? അത് വാട്ട് ഈസ് എക്സ്പ്രഷൻ? യെസ്, ചേഞ്ച് ഇൻ വെലോസിറ്റി, ചേഞ്ച് ഇൻ ടൈം. ദാറ്റ് മീൻസ് ടൈം 0 ആവത്തില്ല, ഡെൽറ്റ വി 0. അതായത് ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ ബോഡി റെസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ? കാരണം റെസ്റ്റിൽ മൂവ് ചെയ്തവന് വെലോസിറ്റി കിട്ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആയിരിക്കണം അല്ലെ? റെസ്റ്റ് തന്നെ അപ്പൊ ചേഞ്ച് വെലോസിറ്റി 0. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക, അപ്പാണെങ്കിലും ചേഞ്ച് വെലോസിറ്റി 0. ഓക്കെ, അപ്പൊ അതിന് കോൺസെപ്റ്റ് കിട്ടിയല്ലോ, കിട്ടി. ഇനി നമുക്ക് ഈ സെക്കൻഡ് ലോ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് പ്രിൻസിപ്പിൾ, എന്തൊക്കെ? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിളും ലീനിയർ മൊമെന്റം പ്രിൻസിപ്പിളും എന്നൊക്കെയാണ്. ഒന്നാമത്തെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, ജസ്റ്റ് റിക്വസ്റ്റനിലേക്ക് നമ്മൾ വരുന്നു. ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ, വാട്ട് ഈസ് ദാറ്റ്? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. സി, നമ്മളെ ആസ്ഥാന ഇക്വേഷനിലേക്ക് വരാം. നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്താണ്? എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. സുന്ദരമായിട്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു? ഡി ടി ഇങ്ങനെ അപ്പുറത്തേക്ക് എടുത്തു. ഒരു ഡൗട്ടും ഇല്ലല്ലോ ഇതില്, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുത്തോളൂ എനിക്ക്. ഞാൻ ഡി പിനെ ഇങ്ങനെ അപ്പുറത്തേക്ക് എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സിമ്പിൾ ഇന്റഗ്രേഷൻ അല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ എഫ് ഡി ടി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി പി. വാട്ട് ഈസ് ഇന്റഗ്രൽ ഡി പി? ചെറിയ ചേഞ്ചുകൾ കൂടി എന്താകും? വലിയ ചേഞ്ച് ആകും. ഡെൽറ്റ, ചേഞ്ച് ഇൻ മൊമെന്റ്. നമുക്ക് ഈ ഇന്റഗ്രൽ എഫ് ഡി ടി ഞാനൊരു വേറൊരു പേര് കൊടുത്തു. എന്താണ് ഇന്റഗ്രൽ എഫ് ഡി ടി? വേറെ ഒരു പേര് കൊടുത്തു, ദാറ്റ് ഈസ് ഇമ്പൾസ്. ഞാൻ കൊടുത്തല്ല കേട്ടോ, അതാണ് ഇമ്പൾസ്. അത് നമുക്ക് ഐ ആയിട്ട് എന്ത് ചെയ്യാം? ഡിനോട്ട് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ എന്താണ് ലാസ്റ്റ് വരുന്നത്? ഇത് നമുക്ക് ഐ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ സോ ഐ എക്സ്റ്റേണൽ is also a vector quantity. External force external വന്നിട്ടോ is equal to delta p. This is also a vector quantity. അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. What is impulse? Change in momentum. ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഇപ്പൊ ഞാൻ പറയാം. ഇമ്പൾസ് സി സി ഗ്രൗണ്ട്. ഇവിടെ ഞാനൊരു 2 kg മാസ് വെച്ചിട്ടുണ്ട്. മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി 0, ഇത് റെസ്റ്റിലാണുള്ളത്. ഞാനൊരു ഫോഴ്സ് കൊടുത്തു, എഫ് ഫോഴ്സ് കൊടുത്തു. ഇത് എന്നിട്ട് ഫോഴ്സ് കൊടുത്തതിന് ശേഷം ഇതിന്റെ വെലോസിറ്റി എത്രയായി? സപ്പോസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആയി. സിമ്പിൾ. ഇമ്പൾസ് കാണാൻ പറഞ്ഞ എങ്ങനെ കണ്ടുപിടിക്കുക? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി. ഡെൽറ്റ പി മീൻസ് P2 മൈനസ് P1. P2 അങ്ങനെ പറയണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ഡെൽറ്റ പി ഈസ് PF minus P. Final momentum minus initial momentum. Change is always final minus initial. What is final momentum? M into S. Final velocity minus M into initial velocity. M common ആണ്, ഇങ്ങനെ എടുക്കാം. PF minus U. Final velocity minus initial velocity. M into what is VF? VF is 5 U0, so 5 M into 5. What is M2? 10. Impulse is 10. Unit Newton second. FDT. That is impulse. Very simple. ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, ലീനിയർ മൊമെന്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്താ? ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി. സി ഒന്നുകൂടെ, ഒന്നാമത്തെ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറഞ്ഞു, അതിൽ ഇക്വേഷൻ ഒന്നുമില്ല. പി ഈസ് ഈക്വൽ ടു എം ബി. രണ്ടാമത്തെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അത് നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം എ കിട്ടി.
ഇനി ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പ്രകാരം ഐ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ് ലീനിയർ മൊമെന്റം പ്രിൻസിപ്പിൾ. പുതിയ ഇക്വേഷൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രമാണ്. ലീനിയർ മൊമെന്റം പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അഗെയിൻ നമ്മൾ ആസ്ഥാന ഇക്വേഷൻ വരുന്നു, എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി. പിന്നെ വെക്ടർ വെക്ടർ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, എസ് ആരോ കൊടുക്കുന്നില്ല സ്റ്റിൽ. ഓക്കെ, എഫ് എക്സ് ഈസ് ഈക്വൽ ഡി പി ബൈ ഡി ടി. ഇഫ് f external is equal to 0, dp is 0. That means p should be constant. ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല എന്നല്ല അർത്ഥം. അതായത് ഒരു സിസ്റ്റത്തിലേക്ക് എഫ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ, ഒരു സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിന്റെ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ വഴി ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ മൊമെന്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ജസ്റ്റ് അത്രയേ ഉള്ളൂ. ഓക്കെ, അതിന്റെ മൊമെന്റ് എന്തായിരിക്കും? ഒബ്വിയസ്ലി കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എന്താ? ഇഫ് എഫ് എക്സ്റ്റേണൽ ഈസ് 0, dp should be 0. ചേഞ്ച് ഇൻ മൊമെന്റം 0 means momentum should be what? Constant. അല്ലേ? യെസ്, കഴിഞ്ഞു. സോ ഫസ്റ്റ് ലോ കഴിഞ്ഞു, സെക്കൻഡ് ലോ കഴിഞ്ഞു, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ കഴിഞ്ഞു, ലീനിയർ മൊമെന്റം പ്രിൻസിപ്പിൾ പറഞ്ഞു. അടുത്ത് എന്താണ്? യെസ്, തേർഡ് ലോ. എക്സാമ്പിൾസും ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എക്സസൈസ് വരുമ്പോൾ അവിടെ ചെയ്യാം. ഓക്കെ, വ്യക്തമായിട്ട് ചെയ്യാം. അടുത്ത തേർഡ് ലോ. വാട്ട് ഈസ് തേർഡ് ലോ? എവറി ആക്ഷൻ ഹാസ് എ opposite reaction. What is third law? To every action there is always an equal and opposite reaction. Every action there is always an equal and opposite reaction. Simply പറഞ്ഞാൽ എല്ലാ ആക്ഷനും എന്ത് കാണും? ഒരു റിയാക്ഷൻ കാണും. ദാറ്റ് മീൻസ് ആക്ഷൻ റിയാക്ഷൻ പെയർ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇതിൽ ഒറ്റൊരു പോയിന്റ് എന്ത് ചെയ്താൽ മതി? കട്ടൊക്കെ പഠിച്ചാൽ മതി. എന്താണ്? ഞാനൊരു ചോദ്യം ചോദിക്കാം, ജസ്റ്റ് നോക്കിക്കോ. ഗ്രൗണ്ടിൽ എന്ത് ചെയ്തു? ഒരു എം മാസുള്ള ഒരു ബോഡി വെച്ചു. ഒബ്വിയസ്ലി കർവ് ദാറ്റ് ചെയ്യും എം ജി. ഗ്രൗണ്ട് എന്ത് എക്സെപ്റ്റ് ചെയ്യും? എൻ. അതുകൊണ്ടാണ് ലോഡ് നിൽക്കുന്നത്. എം ജി എന്നും ആക്ഷൻ റിയാക്ഷൻ പെയർ ആണോ? അല്ല. എന്തുകൊണ്ട്? എം ജി ആൻഡ് എൻ ആർ നോട്ട് ആക്ഷൻ റിയാക്ഷൻ പെയർ. കാരണം ആക്ഷൻ റിയാക്ഷൻ പെയർ പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ഓർമ്മിച്ച് വെക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ ആക്ഷൻ റിയാക്ഷൻ പെയർ ഉണ്ടല്ലോ, ഓൾവേസ് ആക്ട്സ് ഓൺ ടു ഡിഫറെന്റ് ബോഡീസ്. ഒരേ ബോഡിയിലല്ല ആക്ട് ചെയ്യുക. ഇപ്പൊ ഒരേ മാസിലല്ലേ എന്നും എം ജി ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നോക്കിക്കോ. അപ്പം ഈ എന്നിന്റെ ഒക്കെ നോക്കിക്കോ, ഞാൻ സെപ്പറേറ്റ് എടുക്കാണ്. യെസ്, ഇപ്പൊ ഞാൻ ഗ്രൗണ്ട് എന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ആക്ഷൻ ആണെങ്കിൽ ഇതിന്റെ റിയാക്ഷൻ എവിടെ? സിമ്പിൾ ആണ്. യെസ്, ഗ്രൗണ്ടിന് ഇങ്ങനെ ഒരു ഫോഴ്സ് ആര് കൊടുക്കുന്നുണ്ട്? റിയാക്ഷൻ ആയിട്ട് ഈ എം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗ്രൗണ്ടിന് ബാധകമാണോ? അല്ല. യെസ്. ഇനി എം ജിന്റെ നോക്കുകയാണെങ്കിൽ ഞാൻ വലിയ ഡയഗ്രാം വരക്കേണ്ടി വരും, അല്ലേ? സെന്റർ ഓഫ് എർത്ത്, ഇവിടെ മാസ് ഉണ്ട് എം, അല്ലെ? എം താഴോട്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റി എം ജി വലിക്കുന്നുണ്ട്. ശരിക്കും മാസ്, അത് ആക്ഷൻ റിയാക്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും എന്തില്ല, അക്കൗണ്ടബിൾ അല്ല. സി, ദാറ്റ്സ് ഓൾ. എവറി എന്താണ് ആക്ഷൻ റിയാക്ഷൻ പെയർ ആക്ട് ഓൺ ടു ഡിഫറെന്റ് ബോഡീസ്. അതാണ് കോൺസെപ്റ്റ്. സോ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അത് കഴിഞ്ഞു. ഇനി കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കൺസർവേഷൻ ഓഫ് മൊമെന്റം കുറെ ചോദ്യം വരും. What is conservation of momentum? കൺസർവേഷൻ ഓഫ് മൊമെന്റം ബേസിക്കലി എന്ത് തന്നെയാണ്? ലീനിയർ മൊമെന്റം പ്രിൻസിപ്പിൾ തന്നെയാണ്. എഫ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ സിംബിൾസിന്റെ എവിടെ ചെയ്താ കൊടുത്തേക്ക്? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ടൈം, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം. കൺസർവേഷൻ ഓഫ് മൊമെന്റം. യെസ്, ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം.
The total momentum of an isolated system of interacting particles is conserved. The isolated system means ഒരു ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ സിസ്റ്റത്തിന്റെ മൊമെന്റം എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ്സ് ഓൾ. യെസ്, നമുക്ക് വേണം ഈ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ചോദ്യം? കൺസർവേഷൻ മൂലം ഒന്ന് ക്ലിയർ ആവാൻ ജസ്റ്റ് എ പാർട്ട് മാത്രം ചെയ്യാം. A mass of 6 kg is suspended by a rope of length 2 meter from the ceiling. Force of 50 Newton in the horizontal direction is applied at the midpoint P of the rope. As shown, what is the angle the rope makes with the vertical in equilibrium? Yes, equilibrium means equilibrium. Force ഒന്നും ആക്ട് ചെയ്യുന്നില്ല. Frictionally 0. ചെയ്യാം, സിമ്പിൾ ആയിട്ട്. Conservation of momentum principle, linear momentum principle. Yes, frictional is 0. Yes, linear momentum is 0. നോക്കാം നമുക്ക്. നീല കളർ എവിടെ? നീല കളർ ഇൻസൈഡ് ഡയഗ്രം തന്നെയാണ് ഞാൻ ഒന്നുകൂടി വരക്കുന്നത്. 6 kg ആണല്ലോ വെയിറ്റ്. ഇപ്പൊ താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന mg എത്ര? 60 ന്യൂട്ടൺ. സിമ്പിൾ. ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ. ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന ഫോഴ്സ് 50 ന്യൂട്ടൺ. ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നോക്കിക്കോ. യെസ്, യൂറോപ്പിൽ ആക്ട് ചെയ്യുന്ന വേറൊരു ഫോഴ്സ് കൊണ്ടല്ലോ. എന്താണ് ഫോഴ്സ്? ടെൻഷൻ ടി. ടെൻഷൻ എപ്പോഴും പ്രത്യേകത, ടെൻഷൻ എപ്പോഴും എന്താ ചെയ്യാ? വലിക്കുക മീൻസ് യെസ്, ഇവിടെ ടെൻഷൻ സപ്പോസ് T1 ആണ്. അപ്പം ഇങ്ങോട്ടേക്ക് T1 അല്ലേ ടെൻഷൻ. ഇങ്ങോട്ടേക്ക് T2 വലിച്ചു. അപ്പം യെസ്, ഇത് T2. ഈ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, യെസ്, ആ പോയിന്റിൽ നമുക്ക് ഇക്വിലിബ്രിയം കൊടുത്താല് നമുക്ക് ഈ T1ന്റെ ഒരു കോമ്പണന്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൂടെ? ദാറ്റ് വിൽ ബി T1 cos theta. ദിസ് വിൽ ബി T1 sin theta അല്ലേ? സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. യെസ്, കൺസിഡർ ദ ഇക്വിലിബ്രിയം ഓഫ് ദ വെയിറ്റ് W. ക്ലിയർലി T2 ഈസ് ഹൗ മച്ച്? ഈ W ഇവിടുന്ന് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് അത് ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അർത്ഥം എന്താ? അതിനാക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ് അല്ലേ? അതിനർത്ഥം ഇതിന്മേൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ഇത് രണ്ട് ഈക്വൽ ആയിരിക്കണ്ടേ? താഴെന്നും സെയിം വലി, മുകളിൽ നിന്നും സെയിം വലി. T2 എന്തായിരിക്കും? 60 ന്യൂട്ടൺ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? കൺസിഡർ ദ ഇക്വിലിബ്രിയം ഓഫ് ദ പോയിന്റ് P. ഈ പോയിന്റ് P ഇക്വിലിബ്രിയത്തില്ലേ? ഇത് ഇവിടുന്ന് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് ഇത് കൊടുത്താല് കോമൺ ആക്കി കൊടുത്താല് എന്ത് കിട്ടും നമുക്ക്? T1 cos theta is equal to T2 എന്ന് കിട്ടൂലേ? സോ cos theta is equal to T2 upon T1. Cos theta is equal to T2 upon T1. What is T2? T2 is 60. T1 is okay. T1 നമുക്ക് അറിയത്തില്ല. T1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ കൊടുക്കണം. എന്ത്? ഓക്കെ, വെയിറ്റ്. ഈ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. T1 cos theta is equal to T2. വേറൊരു ഇക്വേഷൻ കൂടി നമുക്ക് ഉണ്ടാക്കാം. എന്ത്? സൈൻ കോമ്പണന്റ് T1 sin theta is equal to 50. കാരണം ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് ഇക്വിലിബ്രിയത്തിലല്ലേ? നെറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇത് ഈക്വൽ ആയിരിക്കും ഇങ്ങോട്ടും. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 1, 2 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ എന്ത് കിട്ടും? T1 കട്ടായി പോയി. sin theta upon cos theta tan theta is equal to 50 upon what is T2? 60. So 5/6. Theta is equal to tan inverse of 5/6, that is 40 degree. That's all. It's kind. Yes. അടുത്ത് നമുക്ക് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷനിലേക്ക് പോകാനുണ്ട്. നമുക്ക് ഫ്രിക്ഷനിലേക്ക് പോവാം. ഫ്രിക്ഷൻ പിന്നെ സർക്കുലർ മോഷൻ ബാക്കിയുണ്ട്. ഫ്രിക്ഷൻ, സർക്കുലർ മോഷൻ, പിന്നെ ബാങ്കിങ് ഓഫ് ഫ്ലൂയിഡ്. അതാണ് ഇനി ബാക്കിയുള്ളത്. അത് നമുക്ക് എന്താണ്? ഫ്രിക്ഷന്റെ കൺസെപ്റ്റ് പഠിക്കും. വാട്ട് ഈസ് ഫ്രിക്ഷൻ? നമുക്ക് ഫ്രിക്ഷന്റെ കോൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഫ്രിക്ഷൻ ഇവിടെ ഉണ്ട്. കോമൺ ഫോഴ്സസ് ഇൻ മെക്കാനിക്സിൽ വരുന്നുണ്ട് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ. നമുക്ക് ആദ്യം ഫ്രിക്ഷൻ നമുക്ക് മൈക്രോസ്കോപ്പിക്കലി പഠിക്കാം. മൈക്രോസ്കോപ്പിക്കലി ജസ്റ്റ് മീൻസ് മൈക്രോസ്കോപ്പിക്കലി പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് എന്താവും? കട്ടക്കാവും. നോക്കിക്കോ, രണ്ട് ബോഡി ഇതൊരു റഫ് സർഫസ് ആണ്. ദാറ്റ് മീൻസ് മ്യൂ ആക്ട് ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷന്റെ ചോദ്യം ഇല്ലല്ലോ. എനിക്ക് ഇതിന്റെ ഇടക്ക് അല്ലേ എങ്ങനെയാണ് ഈ ഫ്രിക്ഷൻ വരുന്നത്?
എങ്ങനെയാണ് വരുന്നത്? ഈ ഗ്രൗണ്ടിനെ ഞാൻ സൂം ചെയ്യാണ്. ഈ ഗ്രൗണ്ടിനെ സൂം ചെയ്യുമ്പോൾ ഇങ്ങനെയാവുന്നു അല്ലേ? ഈ ഡയറക്ഷൻ എന്നോ ഇങ്ങനെയും ആവും അല്ലേ? ഞാൻ എന്ത് ചെയ്യാണ്? ഈ മാസിനെ സൂം ചെയ്തു, ഈ ഗ്രൗണ്ടിനെ സൂം ചെയ്തു, ഈ മാസിനെയും സൂം ചെയ്തു, ഈ ഗ്രൗണ്ടിനെയും സൂം ചെയ്തു. അപ്പൊ സൂം ചെയ്യുമ്പോൾ ബേസിക്കലി നോക്ക്, യെസ്, അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ്, ഇന്റർലോക്കിംഗ് ഓഫ് ദ ലെയർ അല്ലെ? ഈ രണ്ട് ലെയറും ഇന്റർലോക്കായി. ഇന്റർലോക്കിംഗ് ഓഫ് ലെയേഴ്സ്, ഇന്റർലോക്കിംഗ് ഓഫ് ലെയേഴ്സ്, ഇന്റർലോക്കിംഗ് ഓഫ് ലെയേഴ്സ്. പിന്നെയോ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തില്ലടാ, ഉണ്ടാ? ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും, ഇന്റർലോക്ക്, ബോണ്ട് ഫോർമേഷൻ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ രണ്ട് സർഫസ് എന്ത് ചെയ്യും? ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലെ? ഈ രണ്ട് സർഫസും ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തത് അല്ലെ? അതുകൊണ്ടാണ് സ്മൂത്ത് അല്ലാത്തത്, അതുകൊണ്ടാണ് അവിടെ ഫ്രിക്ഷൻ ഉള്ളത്. സോ ബേസിക്കലി ദ മൈക്രോസ്കോപ്പിക് കൺസെപ്റ്റ് എന്താണ്? ഇന്റർലോക്കിംഗ് ഓഫ് ലെയേഴ്സും ബോണ്ട് ഫോർമേഷൻ. ഇന്റർലോക്കിംഗ് ഓഫ് ലെയേഴ്സും എന്തും ബോണ്ട് ഫോർമേഷനും. സിമ്പിൾ? യെസ്, വെരി സിമ്പിൾ. യെസ്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ അതിലേക്ക് പോകും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ. ഇത് പറയുന്നതിന് മുമ്പ് ആദ്യം ഇത് പറയാം, എന്നിട്ട് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിക്കോളാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴാണെന്നറിയാവോ ആക്ട് ചെയ്യുന്നത്? നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സർഫസസ്. നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സർഫസസ്. നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സർഫസസ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. റിലേറ്റീവ് മോഷൻ ഒന്നുമില്ല, റിലേറ്റീവ് മോഷൻ ഒന്നും ഇല്ല. കൈനറ്റിക് ഫ്രിക്ഷനോ? റിലേറ്റീവ് മോഷൻ ഷുഡ് ബി ദർ. റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സർഫസസ്. റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സർഫസസ് ഉള്ളപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കൈനറ്റിക് ഫ്രിക്ഷൻ സംഭവിക്കുന്നത്. നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ μs, കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ത്? μk. അപ്പം കൈനറ്റിക് ഫ്രിക്ഷൻ Fk is always equal to μk into n. N is normal force. What is Fk? What is μk? Coefficient of kinetic friction. Fk is kinetic friction. ഇതായിരിക്കും ഒരു ഇക്വേഷൻ. പക്ഷേ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അങ്ങനെയല്ല. സ്റ്റാറ്റിക് ഫ്രിക്ഷന് സീറോ തുടങ്ങിയിട്ട് എവിടം വരെ പോകാം? മാക്സിമം എവിടം വരെ പോകാം? യെസ്, μs into n വരെ പോകാം. വേർ μs is coefficient of static friction. ഓക്കെ. ഇതാണ്. നോക്കിക്കോ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സർഫസസ്. കൈനറ്റിക് ഫ്രിക്ഷൻ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സർഫസസ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സീറോ തുടങ്ങിയിട്ട് μs into n വരെ പോകാം. പക്ഷേ കൈനറ്റിക് ഫ്രിക്ഷൻ is always μk into n. Kinetic friction is always μk into n. Yes, kinetic friction is always μk into n. Okay. ജസ്റ്റ് മനസ്സിലാക്കി. വേറൊരു കാര്യം കൂടി നോക്കിക്കോ. നോർമലി അധിക കേസിലും ഓൾമോസ്റ്റ് എല്ലാ കേസിലും μs μk-നേക്കാളും കൂടുതലായിരിക്കും. കാരണം എന്താ? അല്ലേ, ഒരു ബോഡി നിന്നെടുത്തുനിന്ന് നീക്കാനല്ലേ പ്രയാസം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രിക്ഷൻ കുറവായിരിക്കത്തില്ല, നിന്നെടുത്തുനിന്ന് നീക്കുമ്പോഴല്ലേ കൂടുതൽ ഫ്രിക്ഷൻ വരിക. ദാറ്റ്സ് ഓൾ. ആ ഒരു കോൺസെപ്റ്റിൽ എടുത്താൽ മതി. ഓക്കെ, എന്ത് ചെയ്യാം? എക്സാമ്പിൾ വഴി പഠിപ്പിക്കാം. നോക്കിക്കോ. ഓക്കെ, ഞാൻ ഈ ഗ്രൗണ്ടിൽ, ഒബ്വിയസ്ലി റഫ് ഗ്രൗണ്ട് ആണ്, എന്ത് വെച്ചു? ഒരു 10 kg മാസ് വെച്ചു. ഓക്കെ, എത്ര kg? സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയണേ. ഞാൻ എന്ത് ചെയ്തു? എഫ് ഫോഴ്സ് കൊടുത്തു. ആദ്യം എഫ് ഫോഴ്സ് കൊടുത്തു, ബോഡി നീങ്ങുമോ? ഇനി ഇവിടെയുള്ള ഈ സർഫസിലുള്ള μs μk തരാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി μs 0.3 μk 0.2 കൊടുത്തു. ഇനി ഞാൻ ഈ കൊടുക്കുന്ന എഫിന് എന്ത് ചെയ്യാണ്? ഒരു 4 സിനാരിയോ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, എഫ് കൊടുത്ത എഫ്, പാറ്റുന്ന ഫ്രിക്ഷൻ അല്ലേ, പിന്നെ
പിന്നെ ആ സമയത്തുള്ള ഫ്രിക്ഷന്റെ നാച്ചർ, ആ സമയത്തുള്ള ആക്സലറേഷൻ, ഈ 4 ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഒരു 4 സിനാരിയോ. ഇഫ് എഫ് ഈസ് 20 Newton, what happens? 30 Newton, what happens? 31 Newton, what happens? 40 Newton, what happens? നോക്കിക്കോളാം. ഇനി നമുക്ക് എഫ് കെ കാണാം. ഇവിടെ എഫ് കെ ഈസ് ഈക്വൽ ടു, എഫ് കെ ഒരു ഡൗട്ടും ഇല്ല, മ്യൂ കെ ഇൻറ്റു എൻ. എൻ എത്ര എവിടെ ഉണ്ടാവുക? എൻ എത്രയാ? എൻ ഈസ് ഈക്വൽ ടു എം ജി. അതൊക്കെ സി, എൻ ഈസ് ഈക്വൽ ടു എം ജി ആണ്. എം ജി ഈസ് 100. ദാറ്റ്സ് ഓൾ. എൻ ഈസ് ഈക്വൽ ടു 100 അവിടെ വരും അല്ലേ. സോ മ്യൂ കെ ഇൻറ്റു എൻ, മ്യൂ കെ 0.2 ഇൻറ്റു 100, ഹൗ മച്ച്? 20 ന്യൂട്ടൺ. ഇനി എഫ് എസിന്റെ മാക്സ് വാല്യൂ എത്രയാ? മാക്സിമം വാല്യൂ എത്രയായിരിക്കും? മ്യൂ എസ് ഇൻറ്റു എൻ. എല്ലായ്പ്പോ അതല്ല. അപ്പൊ മ്യൂ എസ് 0.3 ഇൻറ്റു എൻ 100 ഈസ് ഈക്വൽ ടു 30 ന്യൂട്ടൺ. നോക്കിക്കോളെ, സി ഇവിടെ പറഞ്ഞാണ്, വൃത്തിക്ക് പറഞ്ഞാണ് എന്താണ് എഫ് എസ് മാക്സിമം വാല്യൂ മ്യൂ എസ് ഇൻറ്റു 1. നമുക്ക് ഈ സിനാരിയോ വിളിച്ച് നോക്കാം. ഈ സിനാരിയോ വെച്ചിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ആദ്യം 20 ന്യൂട്ടൺ ആണ്, ഞാൻ 1 ന്യൂട്ടൺ കൊടുത്ത്. നീങ്ങുമോ? ഇല്ല. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്ര ഉണ്ട്? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എത്ര? 30 ന്യൂട്ടൺ. 30 ന്യൂട്ടൺ കൊടുക്കുന്നത് വരെ ഈ ബോഡി നീങ്ങത്തില്ല. പക്ഷെ ഞാൻ 1 ന്യൂട്ടൺ കൊടുത്താൽ ഫ്രിക്ഷൻ 30 ന്യൂട്ടൺ ആയിരിക്കും അവിടെ. ഫ്രിക്ഷൻ ഫോഴ്സ് അല്ല. അങ്ങനെയാണെങ്കിൽ 30 ന്യൂട്ടൺ ആണെങ്കിൽ ബോഡി ഇങ്ങോട്ട് ഇടത്തോട്ടേക്ക് നീങ്ങത്തില്ലടാ, അല്ലേ? 30 ന്യൂട്ടൺ ആണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക്, ഈ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് നീങ്ങത്തില്ലേ? അപ്പൊ 30 ന്യൂട്ടൺ, 1 ന്യൂട്ടൺ കൊടുത്താൽ 1 ന്യൂട്ടൺ തന്നെയായിരിക്കും അവിടെയുള്ള ഫ്രിക്ഷൻ. അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യും? യെസ്, അഡ്ജസ്റ്റബിൾ ആണ്. 2 ന്യൂട്ടൺ കൊടുത്താലോ അഗൈൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 2 ന്യൂട്ടൺ. 10 ന്യൂട്ടൺ കൊടുത്താലോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്ര? 10 ന്യൂട്ടൺ. 20 ന്യൂട്ടൺ കൊടുത്താലോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്ര? 20 ന്യൂട്ടൺ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ പണി എന്താ? കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസ് ചെയ്യുക, സെയിം ഫോഴ്സ് ആക്കുക. നാച്ചർ ഓഫ് ദ ഫ്രിക്ഷൻ ഏതാ? സ്റ്റാറ്റിക്. കാരണം ഇതൊരു നീങ്ങിയിട്ടില്ല, ആക്സലറേഷൻ 0, നീങ്ങുന്നില്ല. ഞാൻ 30 ന്യൂട്ടൺ കൊടുത്തു. 30 ന്യൂട്ടൺ കൊടുത്താൽ യെസ്, അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തായി? ഈക്വലായി. യെസ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തായി? ഈക്വലായി അല്ലേ? പക്ഷെ ബോഡി നീങ്ങോ? ഇല്ല. സ്റ്റിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. അല്ലേ? 30 ന്യൂട്ടൺ മാക്സിമം എത്തി. നാച്ചുറൽ എന്ത് തന്നെ? സ്റ്റാറ്റിക് തന്നെ, ആക്സലറേഷൻ 0. ഞാനിനി 31 ന്യൂട്ടൺ കൊടുത്തു. എന്ത് സംഭവിക്കാം 31 ന്യൂട്ടൺ കൊടുത്താല്? 30 ന്യൂട്ടൺ കഴിയുമ്പോ, 30 ന്യൂട്ടൺ കഴിഞ്ഞപ്പോ നാച്ചുറൽ മാറി, ബോഡി നീങ്ങി തുടങ്ങി അല്ലേ? ബോഡി നീങ്ങി തുടങ്ങി. ഏത് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക? കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ എത്ര? 20 ന്യൂട്ടൺ. അപ്പൊ ഞാൻ 31 ന്യൂട്ടൺ കൊടുത്താല് 20 ന്യൂട്ടൺ ഫ്രിക്ഷൻ പോയിട്ട് ബാക്കി 11 ന്യൂട്ടൺ ബോഡിയിലേക്ക് ആക്ട് ചെയ്യും അല്ലേ? ഇവിടെ ഫ്രിക്ഷൻ 20 ന്യൂട്ടൺ ആണ്. കാരണം ബോഡി നീങ്ങിയത് കൊണ്ട് കൈനറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ വരുന്നത് 20 ന്യൂട്ടൺ. കോൺസെപ്റ്റ് കൃത്യമായിരിക്കണേ. നേച്ചർ എന്താണ്? കൈനറ്റിക് ആയി മാറി. നേച്ചർ എന്തായി? കൈനറ്റിക് ആയി മാറി. ആക്സലറേഷൻ എന്തായിരിക്കും? അല്ലെ, ഫോഴ്സ് ബൈ എത്രയാണ്? മാസ്. ദാറ്റ് ഈസ് 1.1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 40 ന്യൂട്ടൺ കൊടുത്താൽ കൈനറ്റിക് ഫ്രിക്ഷൻ ഓൾവേസ് കോൺസ്റ്റന്റ് അല്ലെ, 20 ന്യൂട്ടൺ. സോ കൈനറ്റിക് തന്നെ 20/10 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യെസ്, ഇപ്പൊ കോൺസെപ്റ്റ് കിട്ടി. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? യെസ്, കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഓക്കെ, നോക്കിക്കോ. സി എഫ് എസ് എന്ന് പറ. സി എഫ് എസ് മാക്സ് ആണ് എന്ത്? മ്യൂ എസ് എൻ. ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്, മാക്സ് ആണ് അല്ലേ? ഇനി എഫ് കെ ഇസ് ഓൾവേസ് മ്യൂ കെ ഇൻറ്റു എൻ. യെസ്, അതൊക്കെ തന്നെ ഇതിലും പറയുന്നുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി എന്നൊക്കെ എന്ത് ചെയ്യാം? സി ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഗ്രാഫ് വരച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിക്കോ. ഫ്രിക്ഷണൽ ഫോഴ്സ് വേഴ്സ് നമ്മൾ കൊടുത്ത ഫോഴ്സസ് ഒരു ഗ്രാഫ് വരക്കണം. ഇത് നമ്മൾ കൊടുത്ത ഫോഴ്സ്, ഇത് ഫ്രിക്ഷണൽ ഫോഴ്സസ് അല്ലേ? നോക്കിക്കോ. ഞാൻ എന്ത് ചെയ്തു? ഫോഴ്സ് കൊടുത്തു, ഫ്രിക്ഷൻ സെയിം അല്ലേ? ഞാൻ എന്ത് ഇത്ര ഒരു, ഇങ്ങനെയാണ് ഫസ്റ്റ് ഗ്രാഫ് വരിക. നോക്കിക്കോ, ഞാൻ ഈ ഫോഴ്സ് കൊടുത്തു, അപ്പൊ അതേ ഫോഴ്സിൽ ഫ്രിക്ഷൻ, ബോഡി നീങ്ങില്ല. സെയിം അല്ലേ? സെയിം സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഒപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അറ്റ് എ പോയിന്റ് വേർ the f is equal to mu s into n അല്ലെ? mu s into n, what is mu s into n? mu s into n അല്ലേ? മാക്സിമത്തിലെത്തിയാൽ പിന്നെ ബോഡിക്ക് നീങ്ങാം. പിന്നെ ബോഡിക്ക് നീങ്ങുമ്പോ എന്താ സംഭവിക്കുന്നത്? കൈനറ്റിക് ഫ്രിക്ഷൻ ആയി മാറി. കൈനറ്റിക് ഫ്രിക്ഷൻ ആകുമ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഒന്നിങ്ങ് കുറയും അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നിങ്ങ് കുറയും. എത്ര ഫ്രിക്ഷണൽ ഫോഴ്സ് ആവുന്നത്? യെസ്, മ്യൂ കെ ഇൻറ്റു എൻ ആകും. പിന്നെ ഒരു സെയിം അതേ ഫ്രിക്ഷൻ തന്നെ, നോ ഡൗട്ട്.
സോ ഈ ലൈൻ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷനെ. ഈ ലൈൻ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? കൈനറ്റിക് ഫ്രിക്ഷനെ. സിമ്പിൾ. പിന്നെ ഈ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിൽ മ്യൂസ് ഗ്രേറ്റർ ദാൻ മ്യൂക്കെ ആണ്. അധിക ലോട്ട് മീൻസ് മോസ്റ്റ് ഓഫ് ദ കേസസ് മ്യൂസ് ഗ്രേറ്റർ ദാൻ മ്യൂക്കെ ഉണ്ട്. ആ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. സി സിമ്പിൾ അല്ലേ? മ്യൂസ് ഗ്രേറ്റർ ദാൻ. ഇതാണ് എന്ത്? ഫ്രിക്ഷന്റെ കോൺസെപ്റ്റ്. പുതിയ പേജ് എടുക്കാം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് യെസ്. സോ ഫ്രിക്ഷൻ സി എഫ് എസ് ഇസ് ഈക്വൽ ടു മച്ച്. എഫ് എസ് ഇസ് ഈക്വൽ ടു 0 തൊട്ടിട്ട് മ്യൂസ് എൻ വരെ എഫ് എസ് പോകാം അല്ലേ? പറഞ്ഞു. പക്ഷെ മ്യൂക്കെ അങ്ങനെയാണോ? അല്ല. മ്യൂക്കെ സോറി എഫ് കെ കൈനറ്റിക് ഫ്രിക്ഷൻ അങ്ങനെയാണോ? അല്ല. കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് ഓൾവേസ് വാട്ട്? ഓൾവേസ് മ്യൂക്കെ ഇൻറ്റു എൻ. ഓൾവേസ് മ്യൂക്കെ ഇൻറ്റു എൻ. ഓൾവേസ് മ്യൂക്കെ ഇൻറ്റു എൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കാർ മറ്റേ ഹൊറിസോണ്ടൽ ടേൺ ആ കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, ബാങ്കിങ്ങിന് മുമ്പുള്ളതാണ്. ബാങ്കിങ്ങിന് മുമ്പുള്ള ആദ്യം പറയാൻ പോകുന്നത്. ബാങ്കിങ് ഫസ്റ്റ് 4 കേസ് നമുക്ക് ഉണ്ടാവും. 4 or 3 കേസ് ഉണ്ടാവും. ഒന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. എന്താണ് ഒന്നാമത്തെ കേസ്? യെസ്, കാർ ടേക്കിംഗ് ഹൊറിസോണ്ടൽ ടേൺ ഓൺ എ ലെവൽ റോഡ്. കാർ ടേക്കിംഗ് ഹൊറിസോണ്ടൽ ടേൺ ഓൺ ലെവൽ റോഡ്. കാർ ടേക്കിംഗ് ഹൊറിസോണ്ടൽ ടേൺ ഓൺ ലെവൽ റോഡ്. ഹൊറിസോണ്ടൽ റോഡാണ്, ബാങ്കിങ് ഒന്നുമില്ല. മീൻസ് ഹൊറിസോണ്ടൽ റോഡ്. ഡയഗ്രമാറ്റിക്കലി പറയുകയാണെങ്കിൽ സി ഹൊറിസോണ്ടൽ റോഡ്. ഹൊറിസോണ്ടൽ റോഡിലാണ് എന്ത് ചെയ്യുന്നത്? ടേൺ എടുക്കുന്നത്. അതായത് ഈ അറ്റവും സെയിം ലെവലാണ്. ബാങ്കിങ് ഒന്നും ഇല്ല. കണ്ട ഇങ്ങനെ പോകുന്നതാണ് കാർ ടേക്കിംഗ് ഹൊറിസോണ്ടൽ ടേൺ ഓൺ ലെവൽ റോഡ്. അവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഫിസിക്സ് അപ്ലൈ ചെയ്യാം. സിമ്പിൾ. യെസ്, അവിടെ നമുക്ക് ഫിസിക്സ് അപ്ലൈ. ഞാൻ ഒന്നുകൂടെ വൃത്തിക്ക് വരക്കാണ്. നീല കളർ റോഡ് വരക്കാം. സോ ടേൺ ആണ്. പക്ഷെ ടേൺ എങ്ങനത്തെ ടേൺ ആണ്? ഹൊറിസോണ്ടൽ ടേൺ. ദാറ്റ് മീൻസ് ബാങ്കിങ് ഇല്ലാത്ത. ഈ അറ്റവും സെയിം ലെവലിൽ ടേൺ. ഓക്കെ. പിന്നെ സ്മൂത്തും ആണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. ഓക്കെ, സ്മൂത്തും ആണ്, μ0 ആണ്. പിന്നെ നമുക്ക് ഇവിടെ എന്ത് വരക്കാം? ഒരു കാർ വരച്ചതിന് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച സിമ്പിൾ ആണ് അല്ലേ? അതിൽ മാറ്റുന്ന ഫോഴ്സ് വരച്ച സിമ്പിൾ അല്ലേ? യെസ്, ഇതാണ് കാർ. സിമ്പിൾ. കാറിന്റെ 4 ടയർ. കാർ വി വെലോസിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, സിമ്പിൾ. ഇതുമല്ലേ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യും? mg ആക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? ഇങ്ങനെ. മീൻസ് എന്റെ കണ്ട ഈ സ്ക്രീനിൽ നിന്ന് താഴോട്ടേക്ക് പോകുന്ന mg. കാരണം അങ്ങനെയല്ല ഇതുള്ളത്. സി ഇമാജിൻ ചെയ്യട്ടോ, പിക്ചറൈസ് ചെയ്യും. എന്നോ ഈ സ്ക്രീനിൽ നിന്ന് മുകളിലോട്ട് പെർപെൻഡിക്കുലർ വെച്ചതാണ് n. സോ എന്നോ mg ക്യാൻസൽ ആയി പോയി, നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സർക്കുലർ ട്രാക്കിലല്ലേ പോകുന്നത്. യെസ്, അതുകൊണ്ട് ഏത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? യെസ്, സിമ്പിൾ. വി വെലോസിറ്റിയിൽ പോകുന്നതുകൊണ്ട് ഏത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓർ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് mv²/r. സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. സിമ്പിൾ. സി അപ്പൊ നോക്കി, ഈ μ0 ആണെന്ന് വിചാരിച്ചു. ഇതിന് ഓപ്പോസിറ്റ് കാറിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഇല്ലേ? അതിന് ഓപ്പോസിറ്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? കാറങ്ങ് തെറിച്ചു പോകൂലേ? യെസ്, കാറങ്ങ് തെറിച്ചു പോകൂലേ? അതുകൊണ്ട് തന്നെ μ0 ആണെങ്കിൽ ടേൺ എടുക്കാൻ പറ്റത്തില്ല. അപ്പം μ0 അല്ല. യെസ്, μ0 ആവരുത്. സോ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യണം. ഒബ്വിയസ് കേസാണ്. ഓക്കെ, സോ നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ ഫോർ സേഫ് ടേൺ അല്ലേ, എഫ് എന്തായിരിക്കണം? ഒന്നുകിൽ ഈക്വൽ ആവാം mv². അപ്പൊ സീനില്ല, നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് സുഖമായിട്ട് ടേൺ എടുക്കാം. അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു mv²/r ആയിരിക്കണം. mv²/r കൂടരുത്. ഔട്ട്വേർഡ് ഫോഴ്സ് കൂടരുത്. അപ്പോഴാണ് എന്ത് ചെയ്യുക? ഈ സ്ലൈഡ് ആവുന്നത്. സോ ഫോർ സേഫ് ടേൺ ഇതായിരിക്കണം കണ്ടീഷൻ. ബാങ്കിങ് ഇല്ലാത്ത റോഡ്.
അപ്പോൾ എഫിന്റെ വാല്യൂ എന്താണ്? ഫ്രിക്ഷന്റെ വാല്യൂ മ്യൂ ഇൻറ്റു എൻ. എൻ വിൽ ബി എം ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. എം കട്ട് ചെയ്ത്, സോ മ്യൂ equal greater than or equal to v square by r. So v less than or equal to greater than v less than or equal to mu g r. യെസ്, ഇതാണ്. അതായത് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ജി ആർ എന്ന് പറയുന്ന സ്പീഡിൽ ഞാൻ വണ്ടി ഓടിച്ചാൽ എന്റെ ഫ്രിക്ഷണൽ അവിടെ എന്റെ കാറിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ അല്ലെങ്കിൽ കൂടുതലായിരിക്കും. ഞാൻ ഈ സ്പീഡ് കൂട്ടിയാലോ എം ബി സ്ക്വയർ ബൈ ആർ കൂടും. ഞാൻ പുറത്തോട്ടേക്ക് ചാടിപ്പോകും, പുറത്തോട്ടേക്ക് പോകും അല്ലേ. ഇഫ് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ മ്യൂ ജി ആർ സംഭവിക്കുക, വെഹിക്കിൾ വിൽ സ്ലൈഡ് അല്ലേ. സിമ്പിൾ കോൺസെപ്റ്റ്. വെഹിക്കിൾ വിൽ സ്ലൈഡ് അല്ലേ, സ്ലൈഡ് ഓൺ ദ റോഡ്. സിമ്പിൾ കോൺസെപ്റ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂ സീറോ കൊടുത്തു നോക്ക്. സപ്പോസ് ഇവിടെ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ മ്യൂ സീറോ ആണെങ്കിൽ വി ഉണ്ടോ? വി സീറോ ബി ഇസ് ഈക്വൽ ടു മ്യൂ എം ജി ആർ. വി സീറോ ദാറ്റ് മീൻസ് വി സീറോ മീൻസ് ഓൺ എ സ്മൂത്ത് മീൻസ് ഫ്രിക്ഷൻ സീറോ ആയ ലെവൽ റോഡിൽ, ഓൺ എ സ്മൂത്ത് ലെവൽ റോഡ് വി കാൺട് ടേക്ക് ടേൺ. നമുക്കൊരിക്കലും വളവ് തിരിക്കാൻ പറ്റത്തില്ല. സിമ്പിൾ ഫിസിക്സ് വഴി ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ ഫ്രിക്ഷൻ ഇല്ലെന്ന് വിചാരിച്ച റോഡുമായി, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ലെവൽ റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അല്ലേ. പക്ഷെ ഞാൻ കുറച്ച് റോഡ് അങ്ങ് ബാങ്ക് ചെയ്താൽ, കുറച്ച് റോഡ് ചെരിച്ചാൽ, ഔട്ട്വേർഡ് കുറച്ച് മുകളിലാക്കിയിട്ട് ഇൻവേർഡ് കുറച്ച് ഔട്ടാക്കി ചെരിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വണ്ടി ഓടിക്കാൻ പറ്റും അവിടെ ഫ്രിക്ഷൻ ഇല്ലെങ്കിലും. യെസ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ? ഈ കോൺസെപ്റ്റ് സിമ്പിൾ അല്ല. ഈ കിട്ടിയില്ലേ? കാർ ടാക്കിംഗ് ഹൊറിസോണ്ടൽ ടേൺ ലെവൽ റോഡ്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അടുത്ത കോൺസെപ്റ്റിലേക്ക് ഞാൻ പോകും. അതായത് ഫ്രിക്ഷൻ എനിക്ക് വേണ്ട, ഫ്രിക്ഷൻ ഇല്ലാന്ന് തന്നെ കണ്ടീഷൻ എടുത്തു. എന്നിട്ട് ഞാൻ തിരിക്കാൻ പോവാണ്. ബാങ്ക് ചെയ്തു. ബാങ്കിങ് ഓഫ് റോഡിനെ ഞാൻ ബാങ്ക് ചെയ്തു. എഞ്ചിനീയർമാർ ചിന്തിച്ചു അല്ലെ, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ലെവൽ റോഡിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എഞ്ചിനീയേഴ്സ് പറഞ്ഞു, എന്ത് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ റോഡ് എന്ത് ചെയ്യും? ബാങ്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓടിക്കും. യെസ്, ബാങ്കിങ് ഓഫ് ടേൺ എന്തും പറയാം. ബാങ്കിങ് മീൻസ് സിമ്പിൾ ആണ്. ബാങ്കിങ് മീൻസ് ഇതാണല്ലോ ലെവൽ റോഡ്. ഞാൻ ഈ സൈഡിൽ കുറച്ചിങ്ങ് പൊന്തിച്ചു, ഇതിനെ കുറച്ച് താത്തി. അത് ഇങ്ങനെ ഒരു ബാങ്കിങ് അല്ലേ, ഇങ്ങനെ ഓടിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതാണ് ബാങ്കിങ് ഉദ്ദേശിച്ചത്. അതാണ് ബാങ്കിങ് എന്ന കോൺസെപ്റ്റ്. റൈസിങ് ഓഫ് ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ്. ഓക്കെ, അതാണ് ബാങ്കിങ്. വേണമെങ്കിൽ എഴുതാൻ ഞാൻ ഇവിടെ. Raising of outer edge of the road. Raising of outer edge of road with respect to inner edge. Yes, അതാണ് ബാങ്കിങ്. ദിസ് ഈസ് വാട്ട് ബാങ്കിങ്. നമുക്ക് ബാങ്കിങ്ങിൽ എന്ത് ചെയ്യാം? ബാങ്കിങ്ങിൽ സെയിം. ബാങ്കിങ് കുറച്ച് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. വ്യൂവേഴ്സിൽ ഇങ്ങനെ പോകുന്നു, സി സെന്റർ സി. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ബാങ്കിങ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഡയഗ്രാം വരക്കാം. സുഖമായിട്ട് നമുക്ക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം അല്ലേ. ഇതാണ് ബാങ്ക് ചെയ്ത ആംഗിൾ തീറ്റ. ഇത്രയും ശരിക്കും ഇങ്ങനെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ. ഓക്കെ, ഇനി സിമ്പിൾ ആണ്. ഇതിന് ആക്ട് ചെയ്യുന്ന ഇവിടെയാണ് നമ്മൾ ആരുള്ളത്? യെസ്, നമ്മള് കാറുള്ളത്. കാറിനെ ജസ്റ്റ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെയാണ് എന്ത് ശരിക്കും സെന്റർ. സോ ഇങ്ങോട്ടേക്ക് എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? എം വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, അത് യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ഇല്ല. മ്യൂ സീറോ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ഇല്ല. പിന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന വേറൊരു ഫോഴ്സ് ഏതാ? നേരത്തെ എം വി സ്ക്വയർ ബൈ ആറിനെ കൗണ്ടർ ആക്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഫ്രിക്ഷൻ അവിടെ വേണ്ടി വന്നത്, ഫ്രിക്ഷൻ നിർബന്ധമായിട്ട് വേണ്ടി വന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ എന്നില്ലേ നോർമൽ റിയാക്ഷൻ, നേരത്തെ അവിടെ എൻ എം ജി കട്ടായി പോയി. ഇവിടെ പക്ഷെ എന്നിന്റെ ഒരു കോമൺ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യും? എം വി സ്ക്വയർ ബൈ ആറിനെ കൗണ്ടർ ആക്ട് ചെയ്യാൻ കിട്ടും. നോക്കിക്കോ, ഏത് കോമ്പണന്റാ? യെസ്, ഈ കോമ്പണന്റ് തന്നെ.
ഈ കോമ്പണന്റ് തന്നെ. വെക്ടർ വഴി ഇങ്ങനെ വരക്കാൻ പാടില്ല, കാരണം യെസ് 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 ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ. സോ ദിസ് വിൽ ബി n cos തീറ്റ. ദിസ് വിൽ ബി n sin തീറ്റ. ഇപ്പൊ n sin തീറ്റ mv²r എന്ത് ചെയ്യും? യെസ്, കോൺട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഇല്ലെങ്കിലും ബാങ്കിങ് റോഡിൽ നമുക്ക് ടേൺ എടുക്കാൻ പറ്റുന്നത്. സോ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. n sin തീറ്റ ഇസ് ഈക്വൽ ടു mv²r ആൻഡ് n cos തീറ്റ ഇസ് ഈക്വൽ ടു mg. അല്ലേ, താഴോട്ടൊക്കെ mg ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് മറന്നു പോരുത്. n sin theta is equal to mv²r and cos theta is equal to mg. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. n വെട്ടിപ്പോയി sin theta by cos theta. tan theta is equal to mm വെട്ടിപ്പോയി v² upon rg. So v² is equal to rg tan theta and v equal to root of rg tan theta. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഒരാവശ്യമില്ല. v is equal to root of rg tan theta. ഇനി ഞാൻ ഇതേ കേസിൽ ബാങ്കിങ് റോഡ് കേസിൽ എന്ത് കൊണ്ടുവന്നു? ഞാന് യെസ്, ഫ്രിക്ഷൻ കൊണ്ടുവന്നു. ബാങ്കിങ് കേസിൽ ബാങ്കിങ് പ്ലസ് ഫ്രിക്ഷൻ. അപ്പൊ എന്ത് സംഭവിക്കും നോക്കാം. ബാങ്കിങ് ഓഫ് വിത്ത് ഫ്രിക്ഷൻ. ലെവൽ റോഡിൽ നമുക്ക് ഇപ്പൊ ഞാൻ ബാങ്കിങ്ങിൽ രണ്ട് കണ്ടീഷൻ പറഞ്ഞല്ലോ ഓഫീസ് അല്ലെ, ബാങ്കിങ് റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ, ബാങ്കിങ് റോഡ് വിത്ത് ഫ്രിക്ഷൻ. പക്ഷെ ലെവൽ റോഡിൽ അങ്ങനെ രണ്ട് കണ്ടീഷൻ പറയാനില്ല. മീൻസ് ബാങ്കിങ് റോഡിൽ ലെവൽ റോഡിൽ വിത്തൗട്ട് ഫ്രിക്ഷൻ ഉള്ള കണ്ടീഷൻ പോസിബിൾ അല്ല. സോ ലെവൽ റോഡിൽ വിത്ത് ഫ്രിക്ഷൻ കണ്ടീഷൻ പോസിബിൾ ഉള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാങ്കിങ് റോഡിൽ വിത്ത് ഫ്രിക്ഷൻ എങ്ങനെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം നോക്കാം. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. യെസ്, ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഡയഗ്രാം വരയ്ക്കുക, ഫോഴ്സ് ഒക്കെ നോക്കുക. തീറ്റ ഇതാണ് നമ്മള് ബോഡി. യെസ്, ഇതാണ് നമ്മുടെ ബോഡി. ഇവിടെ സെന്റർ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് വർക്ക്. ഇങ്ങോട്ടേക്ക് എന്ത് ആക്ട് ചെയ്യും? mv²/r. നേരത്തെ വരച്ച പോലെ തന്നെ വരക്കാം, mg. ഇങ്ങോട്ടേക്ക് ആര്? n. സോ ഈ കോമ്പണന്റ് ഏത്? n cos തീറ്റ. നേരത്തെ തന്നെ കേട്ടോ. ഇതെന്ത്? n sin തീറ്റ. ഇവിടെ ആര് വരും പുതിയതായിട്ട്? യെസ്, പുതിയതായിട്ട് നമുക്കൊരു മഹാനെ കിട്ടി, ഫ്രിക്ഷൻ. യെസ്, ഇങ്ങനെയല്ല ആക്ട് ചെയ്യാ, കാരണം കാർ ഇവിടെ അല്ലേ ഉള്ളത്. ഇങ്ങനെ ഫ്രിക്ഷൻ ആക്ട് അല്ലേ, സർഫസ് മേലല്ലേ ഫ്രിക്ഷൻ ആക്ട് ചെയ്യാം. സോ സിമ്പിൾ. ആൻഡ് ഈ ഫ്രിക്ഷൻ എത്രയായിരിക്കും? μ×n. കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് അല്ലെ, μ×n. അത് യാതൊരു ഡൗട്ടൊന്നും ഇല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഡയറക്ഷനിലും നമുക്ക് എക്സ് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ n sin തീറ്റ പ്ലസ് ഇനി നമുക്ക് എഫിന് ഒരു കോമ്പണന്റ് ഉണ്ടാക്കാം അല്ലേ. എഫിന് കോമ്പണന്റ് ഉണ്ടാക്കാം. ആ കോമ്പണന്റ് ഞാൻ പറയാം. എഫിന്റെ കോമ്പണന്റ് ഈ കളർ എടുത്ത് നോക്കാം. സി, ഈ തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ അല്ലേ. സോ ഇങ്ങോട്ടേക്ക് എന്തും കൂടി വരുന്നുണ്ട്, എഫ് μn ആണ്. സോ μn sin തീറ്റ. ഇനി താഴോട്ടേക്ക് എന്ത് കൂടി വരും? μn cos തീറ്റ അല്ലേ. അല്ലല്ല, ഇത് തീറ്റ അപ്പൊ ഇത് μn, ഇത് μn cos തീറ്റ, ഇത് μn sin തീറ്റ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കില്ല, ഞാൻ നോടി വൃത്തിക്ക് വരക്കാം. നോക്കിക്കോ. യെസ്, താഴോട്ടേക്ക് എന്തുണ്ട്? ഇങ്ങോട്ടേക്ക് എന്തുണ്ട്? mv²/r. ഇങ്ങോട്ടേക്ക് ആര് ആക്ട് ചെയ്യും? ഫ്രിക്ഷൻ. ഇങ്ങോട്ടേക്ക് ആര് ആക്ട് ചെയ്യും? n. ഈ ആംഗിൾ തീറ്റ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അത്ര അറിയാലോ. ഇനി ഈ ആംഗിൾ തീറ്റ കൊണ്ട് തന്നെ ഇതെന്താണ്?
എൻ ഇൻറ്റു കോസ് തീറ്റ, എൻ ഇൻറ്റു കോസ് തീറ്റ. ഈ ആംഗിളോ ഈ എൻ സൈൻ തീറ്റ. പിന്നെ എഫിന്റെ കോമ്പണന്റ് ഫാക്ടർ ചെയ്യില്ലേ, അത് എത്രയായിരിക്കും? എഫ് ഇൻറ്റു കോസ് തീറ്റ. പിന്നെ താഴോട്ടേക്ക് എന്തുകൂടെ ആക്ട് ചെയ്യും? എഫ് ഇൻറ്റു സൈൻ തീറ്റ. സിമ്പിൾ. എന്നാ നമുക്ക് ഇക്വേഷൻ കൊടുത്തു പോവാം. ഇക്വേഷൻ കൊടുത്തു പോയാല് ഫസ്റ്റ് നമുക്ക് എക്സ് ഡയറക്ഷനിൽ കൊടുക്കാം. എൻ സൈൻ തീറ്റ കുറച്ചുകൂടി വലുതാക്കാം. എൻ സൈൻ തീറ്റ പ്ലസ് പിന്നെ എഫ് കോസ് തീറ്റയിലെ എഫ് മീൻസ് മ്യൂ എൻ. സോ മ്യൂ എൻ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഒന്നുകൂടി നമുക്ക് എൻ കോമൺ ആണ്, പുറത്തെടുത്താൽ സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. സിമ്പിൾ അല്ലേ? ഇത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി കൊടുക്കാം. ഇനി വൈ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ എൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ആണ് അല്ലെ, മ്യൂ എൻ എഫ് സൈൻ തീറ്റ, മ്യൂ എൻ സൈൻ തീറ്റ പ്ലസ് എം ജി. എം ജിന് ഇപ്പുറത്തിട്ടിട്ട് ഇങ്ങേപ്പുറം കൊണ്ടുവന്നാല് എൻ ഇൻറ്റു കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ജി. ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1/2 ചെയ്യാം. 1/2. ഇതാണ് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എന്നും കട്ടായി പോയി, എം കട്ടാവും. സോ സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ അപ്പോൺ ആർ ജി എന്ന് വരും. ഇനി ന്യൂമറേറ്ററിൽ ഞാൻ എന്ത് ചെയ്തു? കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ചെയ്യാലോ? അങ്ങനെ ചെയ്താല് യെസ്, ടാൻ തീറ്റ പ്ലസ് മ്യൂ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ is equal to v square upon rg is equal to v square upon rg. ഇതിന് സുഖമായിട്ട് കിട്ടിയില്ലേ അല്ലേ? സോ v square is equal to how much? So v square is equal to rg into tan theta plus mu divided by 1 minus mu tan theta. ഇക്വേഷൻ ഒക്കെ ആണെങ്കിൽ യെസ് എങ്ങനെ വരും? v is equal to rg tan theta plus mu divided by 1 minus mu tan theta. റൂട്ട് മറക്കല്ല. നമുക്കിതാണ് എന്ത് ഉസ്താദ് ഇക്വേഷൻ. ഇതാണ് ഈ ഇക്വേഷൻ. നമുക്ക് ഇതുവരെ പറഞ്ഞ എല്ലാ കേസും വേണമെങ്കിൽ കൊണ്ടുവരാം. എങ്ങനെയാ നോക്കിക്കോ, എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നോക്കിക്കോ. എന്താണ് നമ്മുടെ ഇക്വേഷൻ? എന്താണ് അപ്പൊ? v is equal to root of rg into tan theta plus mu divided by 1 minus mu tan theta. ഇനി ആദ്യം പഠിച്ച കേസ് ഏതായിരുന്നു? ആദ്യം പഠിച്ച കേസ് എന്തായിരുന്നു? ലെവൽ റോഡ് എന്ന് പറയുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0. ലെവൽ റോഡ് എന്ന് പറയുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0. പിന്നെ ലെവൽ റോഡിൽ മ്യൂ നിർബന്ധല്ലേ? അപ്പൊ മ്യൂ ഉണ്ട്. യെസ്, മ്യൂ ഉണ്ട്. സോ ടാൻ തീറ്റ ഈസ് 0. മീൻസ് ടാൻ 0 ഈസ് 0. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ അവിടെ തന്നെ ഉണ്ട്. ടാൻ തീറ്റ 0 ആയി, മ്യൂ അവിടെ ഉണ്ട്. 1 മൈനസ് മ്യൂ ഇൻറ്റു 0 ദാറ്റ് ഈസ് 1 ഓൺലി. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. ഇതല്ലേ നമുക്ക് ആദ്യം കിട്ടിയ ഇക്വേഷൻ. v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ജി ആർ മ്യൂ ആർ ജി. എനിത്തിങ്? യെസ്. ഇനി നമുക്ക് നമ്മൾ രണ്ടാമത് കൊടുത്ത ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഒന്നാമത്തെ കേസ് എന്തായിരുന്നു? രണ്ടാമത്തെ കേസ് തീറ്റ ഉണ്ട്,
പക്ഷെ മ്യൂ 0 അല്ലേ? ബാങ്കിങ് റോഡ് വിത്ത് മ്യൂ 0 ആണ്. അപ്പൊ അവിടെ കൊടുത്താൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി. ഇനി ടാൻ തീറ്റ അവിടെ തന്നെ കാണും, മ്യൂ 0. സോ പ്ലസ് 0 കൊടുക്കേണ്ട ആവശ്യമില്ല. 1 മൈനസ് 0 into tan theta, that means 0. So root of rg tan theta is equal to root rg tan theta. So Ustad equation of Ustad. ഇവിടെ ഏതാണ്? Yes, this is for equation of Ustad. V is equal to root of rg into tan theta plus mu divided by 1 minus mu tan theta. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, സോ ബാങ്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സർക്കുലർ മോഷനിലേക്ക് കടന്നൂടെ? യെസ്, കിടക്കും. നമുക്ക് സർക്കുലർ മോഷനിലേക്ക് പോവാം. സർക്കിൾ പെർഫെക്റ്റ് സർക്കിൾ ആയിട്ടില്ലല്ലോ. നമുക്ക് സർക്കുലർ മോഷൻ പഠിക്കും. യെസ്, സിമ്പിൾ ആണ് സർക്കുലർ മോഷൻ. എന്താണ്? ഒരു പാർട്ടിക്കിൾ സർക്കുലർ ട്രാക്കിൽ കൂടി സഞ്ചരിക്കുന്നു. ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് സർക്കുലർ മോഷൻ. ഇവിടെ വരുന്ന ഇക്വേഷൻസ് പഠിച്ചാൽ പോരെ. സെന്റർ, ഇതിന്റെ പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട് അല്ലേ? പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? യെസ്, ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ഈ പാർട്ടിക്കിള് ഇവിടുന്ന്, ഞാൻ ആദ്യം കൊടുത്ത പോയിന്റില്ലേ, ഇവിടുന്ന് ഇവിടെ എത്തി എന്ന് വിചാരിച്ചു. അപ്പം ഈ സർക്കിളിൽ ഒരു തീറ്റ ആംഗിൾ കവർ ചെയ്തല്ലോ. സിമ്പിൾ, തീറ്റ ആംഗിൾ കവർ ചെയ്തല്ലോ. ദാറ്റ് ഈസ് വാട്ട്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് വാട്ട്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ. ഒരു ഡൗട്ടും ഇല്ല അതിൽ. ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. ഇനി ഞാൻ ഈ തീറ്റനെ എന്ത് ചെയ്തു? നമ്മൾ ഈ വെലോസിറ്റി കിട്ടാൻ ഡിസ്പ്ലേസ്മെന്റിന്, യെസ്, അതുപോലെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് പകരം തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, അത്രയേ ഉള്ളൂ. സോ ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി തീറ്റ അപ്പോൺ ഡി ടി. എന്താണത്? ആംഗുലാർ വെലോസിറ്റി. ടേംസ് പരിചയപ്പെടുത്താണ് ഞാൻ. ആംഗുലാർ വെലോസിറ്റി. പിന്നെ ആൽഫ ഈസ് ഈക്വൽ ടു വാട്ട്? ഡി ഒമേഗ അപ്പോൺ ഡി ടി. വാട്ട് ഈസ് ദാറ്റ്? ആൽഫ ആംഗുലാർ acceleration. സിമ്പിൾ. സോ ഇതാണ് ആദ്യത്തെ മെയിൻ സാധനങ്ങൾ. ആദ്യം പഠിക്കേണ്ട 3 ടേംസ്. തീറ്റ ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗ ഈസ് ആംഗുലാർ വെലോസിറ്റി, ആൽഫ ഈസ് ആംഗുലാർ ആക്സിലറേഷൻ. സിമ്പിൾ. തീറ്റ എന്താണ്? ആ ആംഗിൾ കവർ ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി നോക്കാം. ആംഗിൾ ഈസ് ഈക്വൽ ടു, സി, ഈ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ഈ കവർ ചെയ്ത ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇവിടെ എത്തിയല്ലോ, ആ കവർ ചെയ്ത ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. റേഡിയസ് ഞാൻ 6 കൊടുത്തു. ഈക്വൽസ് തീറ്റ ആംഗിൾ ഈസ് ഈക്വൽ ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഹിയർ തീറ്റ. ആർക്ക് ഈസ് വാട്ട്? ആർക്ക് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ആർക്ക്? അല്ലേ? ഇവിടെ ആർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? എങ്ങനെ മനസ്സിലായി? കാരണം അവിടെ വരെ പാർട്ടിക്കിൾ എത്തി. നമ്മൾ സ്ട്രേറ്റ് ലൈൻ പഠിച്ച ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇവിടം വരെ പാർട്ടിക്കിൾ എത്തിയെങ്കിൽ അതിന്റെ ഈ ആർക്ക് ലെങ്ത് അല്ലേ അതിന്റെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് മീൻസ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിവൈഡഡ് ബൈ, യെസ്, നമുക്ക് ഇക്വേഷൻ കിട്ടി. എസ് ഈസ് ഈക്വൽ ടു ആർ ഇൻടു തീറ്റ. യെസ്, നമ്മൾ സ്ട്രേറ്റ് ലൈൻ മോഷൻ പഠിച്ച് ക്വാണ്ടിറ്റീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, സർക്കുലർ മോഷൻ ആയിട്ട് എന്ത് ചെയ്യാണ്? ഇക്വേറ്റ് ചെയ്യാണ്. നോക്കിക്കോ, എസ് ഇസ് ഈക്വൽ ആർ തീറ്റ. ഡിറൈവ് ചെയ്താൽ എസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? വെലോസിറ്റി. ആർ ഇൻറ്റു തീറ്റനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഒമേഗ. സോ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. എ ഈസ് ഈക്വൽ ടു വാട്ട്? ആർ ആൽഫ. പക്ഷെ ഈ എ ഇതൊക്കെ സെയിം ഇങ്ങനെ തന്നെ പറഞ്ഞു പോകാം. പക്ഷെ ഇവിടെ എ ടി ആണ്, ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഈ വെലോസിറ്റിക്ക് ടാൻജൻഷ്യൽ വെലോസിറ്റി ആണ്. കാരണം വെലോസിറ്റിക്ക് റേഡിയൽ കോമ്പണന്റ് ഇല്ല, പക്ഷെ ആക്സലറേഷൻ എന്തുണ്ട്? റേഡിയൽ കോമ്പണന്റ് ഉണ്ട്. ഞാൻ കൂടി ജസ്റ്റ് പറഞ്ഞത് എന്താ സംഭവം. അതായത് ഇവിടെ പാർട്ടിക്കിൾ എത്തിയെന്ന് വിചാരിച്ചു. ഇതിന്റെ വെലോസിറ്റി
അതായത് ടാൻജൻഷ്യൽ വെലോസിറ്റി. കാരണം വെലോസിറ്റി ഒറ്റൊന്നേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ടി വെലോസിറ്റി വെറുതെ വെലോസിറ്റി എന്ന് പറയാം. ടാൻജൻഷ്യൽ വെലോസിറ്റിനെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സപ്പോസ് ഇവിടെ എത്തി നേരിച്ചോ ഈ പാർട്ടിക്കിളിന് ആക്സലറേഷന് ഇങ്ങനെ പറയുകയാണെങ്കിൽ എ ടി ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയണം. കാരണം ഇത് ഇങ്ങോട്ടേക്ക് ഒരു ആക്സലറേഷൻ ഉണ്ട്, എന്തത് റേഡിയൽ ആക്സലറേഷൻ. അതിന് നെറ്റ് ആക്സലറേഷൻ ഇങ്ങനെ വരിക. ഓക്കെ, വെലോസിറ്റി ഒറ്റന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ സാധനം എന്താണ് എ ടി ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ് എന്ത് ആർ ആൽഫ. റേഡിയൽ ആക്സലറേഷൻ എന്താ ഒമേഗ സ്ക്വയർ ആർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ അല്ലേ? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അപ്പം ഇത്രയും 4 കാര്യങ്ങൾ പഠിക്കുക. ഇത്രയും 4 കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം. എന്തൊക്കെ? എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ, വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ, എ ടി ഇസ് ഈക്വൽ ടു ആർ ആൽഫ, എ ആർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ. അപ്പൊ മൊത്തത്തിൽ ടോട്ടൽ ആക്സലറേഷൻ എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ടി സ്ക്വയർ അപ്പോൺ എ ആർ സ്ക്വയർ. സിമ്പിൾ അല്ലേ? ഇവിടെ നോക്ക്, കണ്ട എ ആർ ഇങ്ങോട്ട് എ ടി ഇങ്ങോട്ട്. യെസ്, simple as that. So S is equal to R theta, V is equal to R omega, and AT is equal to R alpha, and AR radial acceleration is equal to omega square R അല്ലെങ്കിൽ V square by R. So സർക്കുലർ മോഷൻ ഇത്രയും കാര്യങ്ങളാണ്. ഒന്നുകൂടി നമുക്ക് ലാസ്റ്റ് എന്തൊക്കെ പഠിച്ചെന്ന് ജസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, നോക്കിക്കോ. തീറ്റ പഠിച്ചു. എന്താണ് തീറ്റ? തീറ്റ ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഒമേഗ? ആംഗുലാർ വെലോസിറ്റി. എന്താണ് ആൽഫ? ആംഗുലാർ ആക്സലറേഷൻ. സോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ. Velocity is equal to R into omega. Acceleration, that is specifically tangential acceleration, is equal to R into alpha. അല്ലേ? ഈ മോഡലിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നും കൂടി പറയുന്നത്. ഇനി what is radial acceleration? Radial acceleration is equal to omega square R or V square by R. Yes, അടുത്ത equation. Total acceleration is equal to root of a t square plus a r square. കഴിഞ്ഞല്ലോ? യെസ്, ദാറ്റ്സ് ഓൾ. സോ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. സോ ബൈ എവ്രി വൺ, ഐ എം സൈനിങ് ഓഫ്.